എല്ലാവർക്കും അതിവേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒത്തിരി പോയതുകൊണ്ട് ഞാൻ മുഖവരി ഒന്നും പറയാതെ ഒരു വാക്യം എബ്രായർക്ക് ധന്യനായ പൗലോസ് ലേഖ എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കും. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. മതി. ആ വാക്യം എല്ലാം കൂടെ പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല. ഒറ്റ വാക്യം. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. ഒരു സ്തോത്രം എല്ലാവരും പറയണം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒന്നിനെക്കുറിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ പകൽ വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര പേരുടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. ഈ ദൈവത്തിൻ്റെ സഭയുടെ പണി ആരംഭിക്കുന്നതിനൊക്കെ മുമ്പേ മനുഷ്യൻ പണി ആരംഭിച്ചായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണേ. മനുഷ്യൻ്റെ പണി കാണാൻ ദൈവം ഇറങ്ങി വന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് എന്നെക്കാട്ടി കൂടി രാജ്യങ്ങളിൽ പോകുന്ന ആളാണ് സുരേഷ് ബാബു പാസ്റ്റർ. ബുർജ് ഖലീഫയാണെന്നാണ് എൻ്റെ വിശ്വാസം. 1 കിലോമീറ്ററും 0.8 നീളമുള്ള ഇപ്പം ലോകത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ് ദുബൈയിലുള്ള ബുർജ് ഖലീഫയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് കാണാൻ ദൈവമൊന്നും ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ദൈവം കാണാനൊന്നും ഇറങ്ങി വന്നിട്ടില്ല. ദൈവം കാണാനും മാത്രമുള്ള പണിയൊന്നുമല്ല. ഒരല്ലേലിയ പറഞ്ഞു. പക്ഷേ ആദ്യത്തെ മനുഷ്യൻ്റെ പണി കാണാൻ ദൈവം ഇറങ്ങി വന്നു. ഇന്നത്തെ AI സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലത്ത് പണിതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ മിഷനറി സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലത്ത് ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിതു. അത് കാണാൻ ആരിറങ്ങി വരേണ്ടി വന്നു? പക്ഷെ ആ പണി മൊത്തം കൂടെ പൊളിഞ്ഞത് പാശ കലങ്ങിയ. പാശ കലങ്ങിയാൽ പണി പൊളി. അത് വീടിൻ്റെ പണിയായാലും പൊളിയും, തലമുറയുടെ പണിയായാലും പൊളിയും, സഭയുടെ പണിയായാലും പൊളിയും. എവിടെയും പാശ കലങ്ങിയാൽ പണി പൊളി. അതുകൊണ്ട് ഒരിടത്തെയും പാശ കലങ്ങാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പണി കലങ്ങിയിടത്ത് യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. യേശു പണി ആരംഭിച്ചത് പാശ കൊടുത്തോണ്ട. പാശ കലങ്ങിയ പണി പൊളിഞ്ഞതെങ്കിൽ യേശുവിൻ്റെ സഭയുടെ പണി ആരംഭിച്ചത് പാശ തന്നോണ്ട. നല്ല ഹല്ലേലൂയ ഈ പകൽക്കാലം പറയണം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ പകൽ എല്ലാവരും ഭാഷയാൽ നിറയണം. ദൈവത്തിൻ്റെ ഭാഷയിൽ നിറയണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. എത്ര പേരുണ്ട് ഈ പാട്ട് പാടി ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മളെ സ്ഥിരം പറയുന്ന 2 അന്യഭാഷ പറയുന്ന അല്ലാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഈ 15-ാമത്തെ പകലെങ്കിലും ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഒരല്പസമയം അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന, നല്ല പിശാചിനെ മനസ്സിലാക്കാത്ത, ദൈവത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ പകൽ ഭാഷ വെളിപ്പെട്ടാൽ വലിയ യോഗം നടക്കുകയാണ്. ഉത്സവമാണ്, പെരുന്നാളാണ്. യഹൂദന്റെ പെരുന്നാൾ നമ്മുടെ പെരുന്നാൾ പോലൊന്നുമില്ല, ഭയങ്കര പെരുന്നാളാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാന ദിവസം, ഉത്സവത്തിൻ്റെ മഹാദിനം, ഒടുക്കത്തെ ദിവസം, ഈ 12 ഗോത്രത്തിലെ മുഴുവൻ കുഞ്ഞു പിഞ്ഞടച്ച് എല്ലാം കൂടെ വന്ന് കയറിയേക്കുക. ഇവർ പോകാതിരിക്കാൻ വേണ്ടി മഹാപുരോഹിതനും അസിസ്റ്റന്റ് മഹാപുരോഹിതനും എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര പ്രോഗ്രാം വെച്ചേക്കുക. ലേവ്യന്മാരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും സദൂക്യരും
എല്ലാം കൂടെ ചേർന്ന് വന്ന ആളുകളെ ഉത്സവം ആശീർവാദം പറഞ്ഞതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരിടത്ത് ബാല, ഒരിടത്ത് നാടകം, ഒരിടത്ത് കഥാപ്രസംഗം, ഒരിടത്ത് ഗാനമേള, ഒരിടത്ത് വെടിക്കെട്ട്, ഒരിടത്ത് ആന എഴുന്നള്ളത്ത്, ഒരിടത്ത് അമ്പാരി, ഒരിടത്ത് അൽക്കട്ടക്കുട എന്ന് വേണ്ട ഭയങ്കര പരിപാടി ആളുകളെ നിർത്താൻ വേണ്ടിയിട്ട് എന്നേരമാണ് 120 പേര് ഭാഷ പറയാൻ തുടങ്ങി. അവിടെ ആനയില്ല, അമ്പാരിയില്ല, അൽക്കട്ടക്കുടയില്ല, എഴുന്നള്ളത്തില്ല, പ്രൈസിലുള്ള ഭാഷ പറയാൻ തുടങ്ങി. ഇവിടെ നിന്ന് ആളെല്ലാം കൂടെ ഓടി അങ്ങോട്ട് പോയി. എപ്പോഴാണ് ജനം ഓടിപ്പോയെന്നറിയാമോ? യഥാർത്ഥ ആത്മാവിന്റെ ഭാഷ വെളിപ്പെട്ടപ്പോൾ. ഹല്ലേലൂയ! വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. ഭാഷ വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാഷ വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ! അപ്പൊ ഇവിടെ അനൗൺസ്മെന്റ് നടക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് ഉച്ച സമയത്ത് 12 മുതൽ 1 മണി വരെ വെടിക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനമെല്ലാം കൂടെ ഒറ്റ ഓട്ടം. അവിടുന്ന് ഏതാനും ദൂരം അകലമുള്ളൊരു കൊച്ചു മാളിക വീടിന്റെ മുറ്റത്തേക്ക് ആളോടിക്കൂടി. 3000 പേരെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ, സോറിയുണ്ട്. പ്രസംഗം കേട്ട് സ്നാനപ്പെട്ടവർ 3000 ഉള്ളെന്നാ. അവിടെ വന്നത് 10,000 ആളുകളാണ്. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഈ ഉത്സവത്തിന് വന്ന മുഴുവൻ എണ്ണോ ഇവിടെ വന്നു. അതിൽ അന്ന് സ്നാനപ്പെട്ടത് 3000 ഉള്ളൂ. ഒരു സ്വോത്രം പറയണം. ഹല്ലേലൂയ! ഇവരവിടെ ഓടിക്കൂടിയത് PC ചെറിയാന്റെ പ്രസംഗം കേട്ടല്ല, സുരേഷ് ബാബു പാസ്റ്ററുടെ പ്രസംഗം കേട്ടല്ല. അവിടെ എല്ലാം ഓടിക്കൂടിയത് ആത്മാവിന്റെ ഭാഷ കേട്ട. ഈ പട്ടണം ചലിക്കണമെങ്കിൽ നിന്റെ അകത്തിന്റെ പകൽക്കാലം ആത്മാവിന്റെ ഭാഷ വെളിപ്പെട്ടാൽ, ഭാഷ പറഞ്ഞവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ടായി. നിങ്ങളുടെ മുഖം പോലെ കിറിയിച്ചിരിക്കുകയൊന്നും അല്ലായിരുന്നു. ആരോടോ ദേഷ്യപ്പെട്ട് പരാജയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒറ്റ മുഖം അവിടെ ഇല്ല. എല്ലാവരും ഇവർ വന്നപ്പോൾ ഈ ബാലെ നാടകവും വെടിക്കെട്ടും കണ്ടവരെക്കാട്ടിൽ ആളുകളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖത്തുണ്ടായ ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? അവർ പറഞ്ഞു, നീ രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി. ഇന്ന് പകൽക്കാലം ഈ സന്തോഷത്തിന്റെ ഒരു വ്യാപാരം ഈ പട്ടണത്തിൽ വെളിപ്പെടേണ്ടതിന് വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ! ഈ 15ാമത്തെ പകൽ നിന്റെ അകത്ത് ആത്മാവിന്റെ ഒരു സന്തോഷം. ഓ ജുഡാമന രഗന രഗദേ റൗഷ പ്രമനാദരാദര അർത്തുൽ കമന രബശംദര ദിബലജാല വൈഡംബരനാദര. ഓ വിശ്വസിക്കുന്നവരെ മാത്രമേ രാവിലെ അല്പനിമിഷങ്ങൾ ശക്തിയോടെ അതരങ്ങളുടെ കെട്ടൊന്നഴിയട്ടെ, നാവുകളുടെ ബന്ധനമൊന്നഴിയട്ടെ. ആത്മാവ് ഉച്ചരിക്കാൻ നൽകുന്ന ഭാഷയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഏലിയാവിന്റെ കാലം എന്നൊക്കെ പറഞ്ഞ കേൾവിയുടെ ശുശ്രൂഷയായിരുന്നു. വലിയ മഴയുടെ മുഴക്കം ഏലിയാവ് കേട്ടു. എൻ്റെ കൂടെ ഒന്ന് വരണേ, സ്തോത്രം. പക്ഷേ മുഴക്കം കേട്ടവനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഏലിശ പറഞ്ഞു, എനിക്കിവിടെ ഈ ശക്തി കിട്ടണം. അപ്പൊ ഏലിയാവ് പറഞ്ഞു, കാണുകയാണെങ്കിൽ കിട്ടും, കേട്ടോണ്ടിരുന്ന കിട്ടത്തില്ല. കേൾക്കുന്ന സീസൺ മാറുക, കാണുന്ന സീസൺ ആരംഭിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. നീ കാണുകയാണെങ്കിൽ ലഭിക്കും, കാണുകയാണെങ്കിൽ ലഭിക്കും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിനക്കൊരു ഇരട്ടി ആത്മശക്തി വ്യാപരിക്കണമെങ്കിൽ കേൾവിയുടെ സമയം കഴിഞ്ഞു, നീ കാണണം. ഓ റബ ശംദര റൗഷസ്യ. ഒരു മനുഷ്യൻ മഴ ഇല്ലാത്ത കാലത്ത് ഒരു വെളിപ്പാട് പ്രാപിക്കുക. അതുവരെ ഇല്ലാത്തവയെ കുറിച്ചൊരു വെളിപ്പാട്. ആ വെളിപ്പാട് വന്നപ്പോൾ തിരുവനന്തപുരത്തെ പാറശാലമുള്ള ആളുകളൊന്നും കൈയടിക്കാനില്ല. ഒറ്റ നാട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല. കാരണം നിലത്തൂന്ന് പൊങ്ങുന്ന മഞ്ഞുകൊണ്ട് മാത്രം നനയുന്ന ഒരു കാലത്ത് മുകളിൽ നിന്ന് വരുന്ന ഒന്നിനെ മനുഷ്യൻ കണ്ടു. ഒരു മനുഷ്യൻ അതുവരെ ഇല്ലാത്ത ഒന്ന് മുകളിൽ നിന്ന് വരാൻ പോന്നു.
ഇന്ന് പകൽ ഉയരത്തിൽ നിന്ന് പെയ്യുന്ന ഒന്നിനെ നീ കാണാൻ തയ്യാറാകണം. ആത്മാവ് സഭയോട് പ്രവചിച്ചു പറയുകയാണ്, താഴ്വരകളുള്ള മണ്ഡലം വിട്ട് ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒന്നിനെ കാണാൻ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ, ഇന്നലെ വരെ നിലത്തൂന്ന് പൊങ്ങുന്ന മഞ്ഞ് നോക്കി മനുഷ്യൻ നടന്നത് ഒരു മനുഷ്യൻ മാത്രം ഇന്ന് തൊട്ട് മേലോട്ട് പൊങ്ങി നടക്കുക. നാട്ടുകാർ മൊത്തം പറഞ്ഞ് ഇയാൾക്ക് വട്ടാന്ന് പറഞ്ഞു. മോളോട്ട് നോക്കുന്ന എന്തോ അയാൾ പറയാം മഴ പെയ്യും, മഴ പെയ്യും, മഴ പെയ്യും. സ്തോത്രം. ആരും കൂടില്ല, ആരും കൂടലെന്ന് പറഞ്ഞ് കണ്ട വെളിപ്പാട് മാറ്റിയില്ല. 8 പേരെ വെച്ചൊരു പ്രൊജക്റ്റ് ആരംഭിച്ചു. നല്ല സ്തോത്രം ഈ പകൽ പറയണം. സഭയോട് ദൈവാത്മാവിൽ പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. 8 പേരെ വെച്ചുകൊണ്ടൊരു പ്രൊജക്റ്റ് ആരംഭിച്ചു. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഗ ഭാര്യ, 3 ആമക്കൾ, 3 മരുമക്കൾ, 4 സഹോദരന്മാരും 4 സഹോദരിമാരും ചേർന്ന് ഒരു പുതിയ പ്രൊജക്റ്റ്. ഫൈനാൻസ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, പിന്നെ പബ്ലിസിറ്റി കമ്മിറ്റി, പ്രെയർ കോർഡിനേറ്റർ, എല്ലാം കൂടി ഈ വീട്ടിൽ 8 പേരേ ഉള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ല. നാട്ടിലാരും സപ്പോർട്ടില്ല. പ്രൊജക്റ്റിന്റെ പേര് കാണാത്ത കാര്യം. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സഭയോട് ദൈവം പറയുന്നത്, ഇതുവരെ കാണാത്ത ചിലത് ദൈവം ഒരു പ്രൊജക്റ്റ് പോലെ നിന്നെ ഏൽപ്പിക്കാൻ പോകുക. ഏറ്റെടുക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇതുവരെ കാണാത്ത ചിലത്. ഓ റബ ശംദര രഗമന. ചെറിയ പ്രോജക്റ്റ് ഒന്നുമല്ല. 40 അടി നീളം 20 അടി വീതിയുള്ള നമ്മുടെ ബന്ധിക്കോസുകാർ പണിയുന്ന ഹോളിന്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. സ്തോത്രം പറഞ്ഞില്ല. നമ്മുടെ ഏറ്റവും വലിയ വെളിപ്പാട് എന്തുവാ? 7 സെന്റ് സ്ഥലം. സ്തോത്രം. അതിനകത്ത് 40 അടി നീളം 20 അടി വീതി ഒരു ഹോള്, ഷീറ്റിട്ട് ചരിപ്പുണ്ടാക്കുന്ന ഉപദേശിച്ച് താമസിക്കുക ഒരു പാഴ്സനേജ്. അതല്ല 8 പേരുടെ പ്രൊജക്റ്റ്. കാണാത്ത കാര്യത്തിനൊരു പ്രൊജക്റ്റ്. എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഇതുവരെ ഇല്ലാത്ത ഒന്ന്, സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. സപ്പോർട്ടിന് ആരുമില്ല, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, വിദേശ ബന്ധങ്ങളില്ല. ലൈവിൽ പ്രസംഗം കണ്ടിട്ട് പാസ്റ്റർ ഞങ്ങൾ പൈസ അയച്ചുതരാം, പ്രൊജക്ട് നടത്തിക്കോ എന്ന് പറയാൻ വിദേശ ബന്ധങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 300 മുഴം നീളമുള്ള, പ്രൈസ് ദി ലോർഡ്, 50 മുഴം ഉയരമുള്ള, 3 നിലകളുള്ള ഒരു വലിയ പ്രൊജക്റ്റ്. അതിനകത്ത് വേറെ പാറപ്പൊടിയും പാറമക്കും ഒന്നും കയറ്റാനൊക്കത്തില്ല. കംപ്ലീറ്റ് കതിരമരമാ, കംപ്ലീറ്റ് കോപ്പർ മരമാ. ഹലോ, വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കയറാനൊക്കത്തില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൊജക്റ്റ് അപ്പൻ ഉണ്ടാക്കി പിള്ളേരെല്ലാം കൂടെ സൈൻ ചെയ്തു. അപ്പച്ച ഇതെന്തുവാ? അപ്പച്ചന്റെ മറുപടി, മോനെ കാണാത്ത കാര്യം. അപ്പച്ചൻ ഇങ്ങനെ മേളോട്ട് നോക്കുകയാ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് കിട്ടിയിട്ട് 15ാമത്തെ പകൽ സഭയോട് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇതുവരെ കാണാത്ത ഒരു പ്രോജക്റ്റ്. ഹല്ലേലൂയ. കാഴ്ച മാറിയാൽ വിടുതലിന്റെ ആഴം വലുതാ. കേട്ടോണ്ട് നടന്നവനെ എടുത്തോണ്ട് പാൻ. ശ്രദ്ധിക്കണം, കേട്ടോണ്ട് നടന്നവനെ എടുത്തോണ്ട് പാൻ നേരത്താണ് സ്വർഗത്തിന്റെ രഥം ഇറങ്ങി. സ്തോത്രം. പക്ഷെ കാണാൻ തുടങ്ങിയവന്റെ വീട്ടുമുറ്റത്ത് ആ സൈന്യത്തെ ഇറക്കി നിർത്തി. ഏലിയാവ് ഒരിക്കൽ മാത്രം കണ്ട, ശ്രദ്ധിക്കണം, ഏലിയാവ് ഒരിക്കൽ മാത്രമേ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും കണ്ടിട്ടുള്ളൂ. എടുത്തോണ്ട് വന്ന നേരത്ത് അത് ചുഴലിക്കാറ്റില്ല വന്ന്. പക്ഷേ ഇരട്ടി ആത്മശക്തി പ്രാപിച്ച് കണ്ടവൻ മിറ്റത്ത് ആ സൈന്യത്തെ താമസിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ല? താൻ പ്രാർത്ഥിക്കുന്ന മലയുടെ ചുറ്റും അവരിയ്ക്കുക.
പ്രൈസ് ദി ലോർഡ്. അഗ്നിമയ രഥങ്ങളും അഗ്നിയശുകളും ഏലിയാവിന്റെ പ്രാർത്ഥനാമല കവർ ചെയ്തേക്കുക. ഇപ്പൊ ഏലിശയുടെ പ്രാർത്ഥന, കർത്താവേ ഇതൊന്ന് കാണാനില്ല, എന്റെ അസിസ്റ്റന്റ് പാസ്റ്ററുടെ കണ്ണോടൊന്ന് തുറക്കണം. എന്റെ കണ്ണ് നീ തുറന്നു, എന്റെ കൂടെ നിൽക്കുന്നവന്റെ കണ്ണോട് ഇതൊന്ന് കാണാൻ, ദൈവം തുറന്നിരിക്കുന്നത് കാണാൻ. ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പകൽക്കാലം കേൾവിയുടെ മണ്ഡലം വിട്ടിട്ട് കാഴ്ചയുടെ ഒരു മണ്ഡലം നിനക്ക് തുറക്കാൻ കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ചിലത്, ഓ ധീബാരാ ബാബാ ശംദാരാദാര വൈഡാരമന റുഗൽ ഖനാദര. അവൻ കണ്ണു തുറന്നപ്പം ഗേഹസി പറയുകയാണ്, അവരുടെ കൂടെ എന്തോ ഉണ്ട്. നമ്മളെ വെരുട്ടി ആഭിചാരവും കൂടോത്രവും മന്ത്രവാദവും എല്ലാം കൂടെ ചെയ്യുന്ന അവന്റെ കൂടെ എന്നെ ഉണ്ട്. അവന്റെ കൂടെ ഉള്ളതിനെക്കാട്ടി വലിയ സൈന്യം നമ്മുടെ ചുറ്റുമുണ്ട്. സ്തോത്രം. ഈ പകൽ പറയണം, നീ കണ്ണു തുറക്കാത്തോണ്ട് ഇത് കാണാതിരിക്കുന്നത്. ഇന്ന് രാവിലെ കാഴ്ചപ്പാട് മാറിയാൽ നിന്റെ കൂടെയുള്ള ദൈവകൃപ കണ്ടെത്തുവാൻ, നിന്റെ കൂടെയുള്ള ആത്മശക്തി കണ്ടെത്തുവാൻ, നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ കൃപയുടെ ആഴമറിയാനിടയാകും. വിശ്വസിക്കുന്നവർ ഈ പകൽ ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കാൻ തയ്യാറായാൽ ചില മേഖലകളിൽ ഒരു വിടുതലിറങ്ങുകയോ. ഓ റബ ലബ ശംദരാ ധികലമാന വശ സൈഡരാദരാദര. അപ്പൊ അന്ന് വരെ കലണ്ടർ അടിക്കുമ്പോൾ മഴയുടെ കാലാവസ്ഥയുടെ സീസൺ കലണ്ടറിനകത്തില്ല. എന്നുവരെ നോഗ അരുളപ്പാട് പ്രാപിക്കുന്നത് വരെ മഴക്കാലം എന്നൊരു സീസൺ ഇല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. കാലാവസ്ഥാ നിരീക്ഷണക്കാരുടെ കേന്ദ്രത്തിനകത്ത് മഴക്കാലം എന്നൊരു കാലം ഇല്ല. മഞ്ഞ് പെയ്യുന്ന കാലമുണ്ട്, വേനൽക്കാലമുണ്ട്, പക്ഷെ മഴക്കാലം ഇല്ല. അങ്ങനെ ഒരു സീസൺ ഇല്ലാതിരിക്കുമ്പോൾ ആത്മാവുള്ള മനുഷ്യരോട് ദൈവം പറഞ്ഞു, ഇതുവരെ ആരും കാണാത്തൊരു സീസൺ, മഴ പെയ്യുന്ന ഒരു സീസൺ ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. ഉലകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സീസൺ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അല്ല, ഈ 15-ാമത്തെ പകൽ ഉലകത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, നിനക്കും നിന്റെ കൂടെയുള്ള 8 പേർക്കും വേണ്ടി മാത്രം ഒരു പുതിയ പ്രൊജക്ട് ദൈവം നിന്നെ ഫലമേൽപ്പിക്കുകയോ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ? നമ്മളിങ്ങനെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയല്ലേ. ഈ കേൾവി എന്ന് പറയുന്നത് കാഴ്ചപ്പാടാക്കി മാറ്റാമോ? അത് സംഭവിക്കുന്നു എന്ന് കണ്ടേ. അപ്പൊ ഈ ഊണിലും ഉറക്കത്തിലും നടപ്പിലും പെട്ടകം പണിയുടെ സമയത്തെല്ലാം നോക കാണുന്നത് മഴയാ. നാട്ടുകാർക്ക് ഒന്നും വിശ്വസിക്കാൻ വയ്യ. പക്ഷെ അവനൊരു അരുളപ്പാട്, അവനെ ചെവി കേട്ടത് കണ്ണുകൊണ്ട് കണ്ടു. ഇന്ന് പകൽ ഇതുവരെ ഈ 15 ദിവസം കേട്ടത് ഒന്ന് കണ്ണുകൊണ്ട് കാണാൻ, നിന്റെ വീട്ടിൽ നടക്കുന്നത്, നിന്റെ തലമുറയിൽ നടക്കുന്നത്, നിന്റെ സഭയിൽ നടക്കുന്നത്, നിന്റെ മിനിസ്ട്രിയിൽ നടക്കുന്നത് കാണാൻ നിന്റെ കണ്ണ് ഇന്ന് രാവിലെ ഒന്ന് തുറക്കുമെങ്കിൽ, ഓ രാബാ ബാബാ ഹല്ലേലൂയ. ഈ ഹാഗാർ എന്ന് പറയുന്ന സഹോദരി സ്വന്തം യജമാനത്തി പോലും പേര് വിളിക്കാൻ മടിച്ച ഒരു സഹോദരിയാണ്. ഹാഗാർ എന്നൊരിക്കൽ പോലും സാറ വിളിച്ചിട്ടില്ല. കാരണം സാറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രാജകുമാരി എന്നാണ്. സ്തോത്രം. അത് തമ്പുരാൻ ഇട്ട പേരാ. വീട്ടുകാർ സാറായി എന്നായിട്ട് തമ്പുരാൻ പേര് മാറ്റിയിട്ടതാ. ബഹുജാതികൾക്ക് മാതാവാക്കിയിട്ടതാ. അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു പ്രൗഢിയുണ്ട്. അന്ന് അടിമകളെ നായ്ക്കുട്ടിയെ പോലും കാണുന്ന വിലയില്ലാത്ത കാലം. സ്തോത്രം. അപ്പോൾ ഒരു ദാസിയായിട്ട് കാണുന്ന കാലം. ഈ അബ്രഹാമിൻ്റെ അടുക്കൽ അവള് പോയതൊന്നുമല്ല. അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കല്ല. ഈ യജമാനത്തിക്ക് വേണ്ടി സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത സഹോദരി ഇവള്. വാടക മേടിക്കാതെ. നിങ്ങൾ മിണ്ടുന്നില്ല. അത് അവിടെ താല്പര്യമേ അല്ല, അബ്രഹാമിൻ്റെ താല്പര്യമല്ല, ഈ സാറയുടെ മാത്രം താല്പര്യ.
അതിനുവേണ്ടി തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദാക്ഷിണ്യമില്ലാതെ ഇച്ചിരി വെള്ളവും ഇച്ചിരി അടയും കൊടുത്ത് ഈ കൊച്ചിനെ എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. നമ്മളായിരുന്നെങ്കിൽ നെയ്യാർ ഡാമിൽ പോയി ചാടിയനെ. എടാ, അയക്ക് വേണ്ടാത്ത കൊച്ചിനെ എനിക്കെന്തിനാ? ഹലോ, ഞാൻ ചോദിക്കാതെ ഈ തള്ളയുടെ നിർബന്ധത്തിൽ എനിക്കുണ്ടായ കൊച്ചിനെ അയക്കും അവർക്കും വേണ്ട, പിന്നെ എനിക്കെന്തിനാ? ഇനി കൊച്ചും വേണ്ട, ഞാനും വേണ്ട. അല്ലേ പോട്ടെ, ഞാൻ ജീവിക്കാം, കൊച്ചിനെ തട്ടിയേക്കാം. ഒരു മിണ്ടുന്നില്ല. പക്ഷെ നമ്മുടെ ആരുടെയും സ്വഭാവമല്ല ഹാഗാറിൻ്റെ. സ്തോത്രം. ഇവിടെ ഈ കൊച്ചുമായിട്ട് പോകുമ്പോൾ തമ്പുരാൻ അവളെ പേര് വിളിച്ചു. സാറാ പേര് വിളിച്ചില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇവിടെ ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും, ഇവിടെ ആരും നിന്റെ പേര് വിളിച്ചില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, തമ്പുരാൻ വിളിച്ചു, ഹാഗാറേ. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. ഈ പുസ്തകത്തിൽ തമ്പുരാന് പേരിട്ട് ഒത്തിരി സഹോദരന്മാരുണ്ട്. അബ്രഹാം പേരിട്ടു, മോശ പേരിട്ടു, യാക്കോബ് പേരിട്ടു, ഇസഹാക്ക് പേരിട്ടു. ആ പേരൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു സഹോദരിയെ പേരിട്ടുള്ളൂ, അത് ഈ ഹാഗാറ. മറ്റ് സഹോദരിമാരും സാറാ പോലും ദൈവത്തിന് പേരിട്ടില്ല. പക്ഷെ ഹാഗാർ ഒരു പേരിട്ടു, എൽറോയ്, എന്നെ കാണുന്നവനെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഇന്ന് പോലെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് കിട്ടണമെങ്കിൽ ഇതുവരെ കാണാത്ത ദൈവത്തെ നീ കാണണം. എന്നെ കാണുന്നവൻ വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാവിലെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്റെ മുഴുവൻ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞു, ഇസഹാക്കിനോട് വാഗ്ദത്തം പറഞ്ഞു, യാക്കോബിനോട് വാഗ്ദത്തം പറഞ്ഞു, ഇസ്രായേലിനോട് വാഗ്ദത്തം പറഞ്ഞു. പക്ഷെ സഹോദരിമാരോട് അങ്ങനെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ തമ്പുരാൻ ഈ ഹാഗാറിനോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞു. അത് ചെറുതല്ല. അബ്രഹാമിനോട് പറഞ്ഞുള്ള വാഗ്ദത്തം ആരോട് പറഞ്ഞു? അബ്രഹാമിന്റെ സന്തതി ഒരു വലിയ ജാതിയാകുമെങ്കിൽ ഹാഗാറെ, നിന്റെ സന്തതി ഞാൻ എന്ത് ചെയ്യും? ഒരു വലിയ, ഒന്ന് പറഞ്ഞേ. നമ്മൾ അബ്രഹാമിനെ വിളിക്കുന്നത് ബഹുജാതികൾക്ക് പിതാവ്, പോകുന്നിടത്തെല്ലാം യാഗപീഠം പണിയുന്നവൻ, ആരാധന കഴിക്കുന്നവൻ, അതിഥി സൽക്കാര പ്രിയൻ, വഴിയെ പോകുന്നവരെ വിളിച്ചു കയറ്റി ആഹാരം കൊടുത്തു വിടുന്നവൻ. എന്നാ പിന്നെ 318 അഭ്യാസിയെ താമസിച്ച് ആ കോളനിയുടെ അപ്പുറത്ത് ഒരു 5 സെന്റ് സ്ഥലത്ത് ഒരു ഷെട്ട് വെച്ച് താമസിച്ചോളാൻ പറഞ്ഞാൽ പോരായിരുന്നു? ഇവിടെ മിണ്ടുന്നില്ല. ഏതായാലും 318 അഭ്യാസിയുടെ ഒരു കോളനി അവിടെ ഉണ്ടല്ലോ, ഇല്ലേ? ഈ 318 അഭ്യാസിയെ ജനിപ്പിച്ച അപ്പനപ്പന്മാരുടെ കോളനി വേറെ ഉണ്ട് അപ്പുറത്ത്. പിന്നെ തന്നെ കന്നാലിയിൽ ഇരുന്ന് ദാസന്മാരുടെ കോളനി ഇപ്പുറത്ത് വേറെ ഉണ്ട്. സ്ഥലം കിടക്കുമല്ലയോ കണ്ണെത്താത്ത ദൂരത്തിൽ, പ്രാത്ത് മുതൽ മഹാനദി വരെ കിടക്കുകയല്ലയോ? ആ മൂലയ്ക്ക് എവിടെങ്കിലും ഷെട്ട് വെച്ച് താമസിച്ചോ, ചിലവ് ഇവിടുന്ന് തന്നേക്കാന്ന് പറഞ്ഞാൽ പോരെ? നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ മഹാമനസ്കനായ, അതിഥി സൽക്കാര പ്രിയനായ, ആരാധന പ്രിയനായ മനുഷ്യന് ഇവളെയും കൊച്ചിനെ താമസിപ്പിച്ചില്ല. അയാളുടെ കൊച്ചല്ലേ? മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വഴി അടഞ്ഞതിന്റെ പുറകെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആരാധിച്ച് പറയണം. നിന്റെ നന്മ മുടങ്ങിയതിന്റെ പുറകിൽ, നിന്റെ വഴി അടഞ്ഞതിന്റെ പുറകിൽ, നിന്റെ ഭാവി അടയപ്പെട്ടതിന്റെ പുറകിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് മറ്റൊരു പ്രോഗ്രാം ഉണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നീ ഇതുവരെ കാണാത്ത ചിലത് കാണാൻ പോകുകയാ. കാരണം നിന്റെ ദൈവത്തിന്റെ പേര് എൽറോയ് എന്ന, കാണുന്ന ദൈവം. കാണുന്ന ദൈവം. ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരാധിച്ചേ. എന്റെ ദൈവം കാണുന്ന ദൈവമാ. നിന്റെ മുഴുവൻ അവസ്ഥകളെ കാണുന്ന. ഓ തമ്പുരാൻ പറഞ്ഞു, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. അബ്രഹാമിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ ഇറങ്ങുമെങ്കിൽ നിന്നിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. അത് 12 ഗോത്രപിതാക്കന്മാരാണെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ 12 പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിക്കും.
ഓ ഹല്ലേലൂയ. ഇന്ന് പോലെ ഒരാൾ കൈവിട്ടാൽ നിന്റെ ഭാവി തീരത്തില്ല, ഒരാൾ തള്ളിക്കളഞ്ഞതിന്റെ ഭാവി തീരത്തില്ല. ദൈവം നിന്നെ കണ്ടാൽ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ നീ പെട്ടാൽ ഇന്ന് പകൽക്കാലം വഴി തുറക്കാൻ കരുത്തുള്ള ഒരു ദൈവം നിനക്കുണ്ട്. ആരോടൊക്കെയോ ദൈവം ഇടപെടുക, എവിടെ മാത്രമല്ല എവിടെയൊക്കെയോ ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽ ചിലർക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുകയോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഒരു നല്ല അല്ലല്ലേ പറയണം. നോക്കിയേ, എല്ലാം ഉള്ളൊരു വലിയ മനുഷ്യൻ സ്വന്തം കുഞ്ഞുണ്ടായിട്ടും കണ്ട് കൊതി തീരും മുമ്പേ മരുഭൂമിയിലോട്ട് ഇറക്കി വിട്ടത് വളർത്താനൊന്നുമല്ല, ചാകുന്നെങ്കിൽ ചത്തോട്ടെന്ന് വിചാരിച്ച. അല്ലെ പിന്നെ ഒരു ചാറ് വെള്ളം കൊടുക്കത്തില്ലേ, ഒരു തുരുത്തിയല്ല കൊടുത്തുള്ളൂ. എൻ്റെ പ്രിയരെ, ഇവിടെ തരുന്നവരെല്ലാം അളന്ന് തൂക്കിയതെടുത്തോ. നിനക്ക് എപ്പോഴെങ്കിലും 100 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഡയറി പരിശോധിച്ചാൽ 2024 ഡിസംബർ മാസം 16-ാം തീയതി 100 രൂപ ഇന്നാർ കൊടുക്കുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് തന്ന മുലപ്പാലിന്റെ കണക്ക് അമ്മ കുറിച്ചിട്ടുണ്ട്. മരുമോളുമായിട്ട് വിഷയം ഉണ്ടാകട്ടെ, അപ്പൊ നിന്റെ മുഖത്ത് നോക്കി പറയും. അന്നേ പറയത്തുള്ളതേ ഉള്ളൂ, കണക്ക് പറഞ്ഞിരിക്കുന്നു, പിന്നെ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണക്ക് പറയാത്ത ദൈവത്തെ നീ കാണണം, ആ ദൈവത്തെ നീ പേരിടണം. ആ ദൈവത്തിന്റെ പേര് എന്നെ കാണുന്നവൻ. എല്ലാരും പറഞ്ഞേ, എന്റെ വിഷയത്തെ കാണുന്നവൻ, എന്റെ പ്രയാസങ്ങളെ കാണുന്നവൻ, എന്റെ നിന്ന കാണുന്നവൻ, എന്റെ ശൂന്യത കാണുന്നവൻ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ദൂത്, ഇതുവരെ കാണാത്തവയെ കുറിച്ച് ഒരു അരുളപ്പാട് കിട്ടുന്ന ദൈവകൃപ നിന്റെ മേലൊന്ന് വെളിപ്പെടേണ്ടതിന്. ഓ ഹല്ലേലൂയ. അവളിപ്പോ പറഞ്ഞ കൊച്ചിന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് മാറി കിടക്കുക. അമ്പലം പറഞ്ഞ കൊച്ചെ നീ കണ്ണും തുറക്കുക, കണ്ണു തുറ. ഉറവ തുറന്നല്ല, ഉറവ തുറന്നിട്ടേക്കുക. നീ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് കാണാത്തതാ. നിന്റെ പ്രശ്നത്തിന് മറുപടി തുറന്നു വെച്ചേക്കുക. അത് ഏത് മരുഭൂമിയിൽ തുറക്കാൻ ദൈവം മതിയായവനാ. നീ ഇന്ന് പകൽ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മറുപടി എന്റെ ദൈവം നിന്റെ കൺമുമ്പിൽ തുറന്നു വെച്ചിരിക്കുക. നീ കണ്ണു തുറക്കാത്തത് കാണാത്തതാ. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ദൈവം ഒരുക്കിയ വിടുതൽ കാണാൻ കഴിയാതെ അടഞ്ഞിരിക്കുന്ന എന്റെ കുരുട്ട് കണ്ണുകളെ ഇന്ന് രാവിലെ ഒന്ന് തുറക്കണമേ എന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഈ പകൽ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കുഞ്ഞെ, നീ ചോദിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാ, പക്ഷെ കണ്ടാ കിട്ടും. ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാ കിട്ടും. സ്വന്തം പറഞ്ഞേ, ഇന്ന് ചുമ്മാ കേട്ടോണ്ടിരുന്നാ പോരാ, നീ ചിലത് കാണണം. ഈ 15-ാമത്തെ പകൽ നിന്റെ വെളിപ്പാടുകളുടെ കണ്ണു തുറക്കണം, നിന്റെ ദർശനങ്ങളുടെ കണ്ണു തുറക്കണം. ഓ, ദൈവം നിനക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കാണുവാൻ ഇന്ന് പകൽക്കാലം ആത്മക്കണ്ണൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ, പൗലോസ് നോക്കുമ്പോൾ അനന്യാസിന് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് കണ്ടു. കണ്ടപ്പോൾ പറഞ്ഞു പ്രാപിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. 38 വർഷമായി കിടക്കുന്നവനെ യേശു കണ്ടു. ഇന്ന് പകൽക്കാലം കാണാൻ വർഷങ്ങൾ പഴക്കമുള്ള നിന്റെ ചില പോരുകളെ
നിന്റെ ചില പ്രതിസന്ധികളെ, ചില രോഗമണ്ഡലങ്ങളെ അഴിക്കാൻ എന്റെ ദൈവം മതിയായവനാ. പക്ഷെ നീ ഇന്ന് പകൽക്കാലം ആ കണ്ണു തുറന്നൊന്ന് കാണാൻ തയ്യാറായാൽ വിശ്വസിക്കുന്നവര് മാത്രം കർത്താവിനെ ആരാധിക്കട്ടെ. ആഴമായ ഒരു കൃപയുടെ വ്യാപാരം ഇന്ന് രാവിലെ നിന്റെ മേൽ പകരേണ്ടതിന് സഭയ്ക്കാദ്യം ഉണ്ടായത് പ്രൈസ് ദി ലോർഡ് പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർ കണ്ടു. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കണ്ടത്? പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർ കണ്ടു. കണ്ടതിനെ അവർ റിസീവ് ചെയ്തു. ഇന്ന് പോലെ നീ കണ്ടോണ്ടിരുന്ന പോരാ, കണ്ടതിനെ നീ റിസീവ് ചെയ്യാൻ തയ്യാറായ, പ്രാപിക്കാൻ തയ്യാറായ സഭയുടെ ടോട്ടൽ അന്തരീക്ഷങ്ങൾ ചേഞ്ച് വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാ. കണ്ട അഭിഷേകത്തിന്റെ ശക്തിയെ നീ ഇന്ന് പകൽ പ്രാപിക്കാൻ തയ്യാറായാൽ വലിയ ഭാരവുമായി മറിയ കല്ലറയ്ക്ക് ചെല്ലുമ്പോ മറിയ കല്ല് ഉരുണ്ട് മാറി ഇരിക്കുന്നതും അതിന്മേൽ ദൂതന്മാരിയ്ക്കുന്നതും പറഞ്ഞേ കണ്ടു. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ഇന്ന് 15ാമത്തെ പകലും കേട്ടേച്ച് പാത്. ഹലോ, ഇന്ന് വീണ്ടും കുറെ കൂടെ കേട്ടേച്ച് പാത്. ഇന്ന് പകൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാണാത്തവയെ കുറിച്ചൊന്ന് കാണാനുള്ള വിശ്വസിക്കുന്നവര് മാത്രമേ കരമടിക്കാവുള്ളൂ, ഏറ്റെടുക്കുന്നവരെ കരമടിക്കാവുള്ളൂ. നീ ഇന്ന് പകൽ ചിലത് കാണണം. ഹല്ലേലൂയ. അത് നിന്റെ വീട്ടിൽ സംഭവിക്കുന്നത്, നിന്റെ തലമുറയിൽ സംഭവിക്കുന്നത്, നിന്റെ സഭയിൽ സംഭവിക്കുന്നത് ഇന്ന് പകൽക്കാലം കാണാൻ ഞാൻ ദൈവത്തെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിക്കുകയാണ്. കരമടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു ശക്തിയോടെ. ഒരു മനുഷ്യൻ എഴുതി മരിക്കാറായിരിക്കുക പ്രായം കൊണ്ട്. പകർത്തി എഴുതുന്ന പണി അവളുടെ പകർത്തി എഴുതുക. ന്യായപ്രമാണ പുസ്തകം ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകത്തിലോട്ട് പകർത്തി എഴുതി വന്നപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കിടക്കുന്ന കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അപ്പൊ ഈ എഴുത്തുകാരനായ മാന്യനായ ഭക്തനായ മനുഷ്യൻ എഴുതാനൊന്ന് മടിച്ചത് അത് സംഭവിക്കത്തില്ലെന്നറിയാതെ കൊണ്ട്. അദ്ദേഹം മടിച്ചാലും മറിയ ആ കാര്യം വിശ്വസിച്ചു കേട്ടോ. സ്തോത്രം. കാരണം അങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല. സ്തോത്രം. പക്ഷെ ദൂത് കിടപ്പുണ്ട്, ഇസ്രായേലിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ദൂത് പറഞ്ഞ പുള്ളിയും മരിച്ചു. വർഷങ്ങൾ 1000-700 കഴിഞ്ഞു. നടക്കാൻ സാധ്യതയില്ല. 700 അല്ല 7000 വർഷം കഴിഞ്ഞാലും ദൂത് പറഞ്ഞത് ദൈവമാണെങ്കിൽ അത് മുളച്ചിരിക്കും, അത് നടന്നിരിക്കും. വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. വർഷങ്ങൾ എത്ര പഴകിയാലും അത് നടന്നിരിക്കും. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞ പകൽക്കാലം. ഈ മനുഷ്യന് എഴുത്തുകോൽ താഴെ വെച്ചു, എഴുതാൻ മടിച്ചു. ഉടനെ 700 വർഷം മുമ്പ് യെശയ്യാവിനോട് പ്രവചിച്ച ആ ദൂതൻ ഈ പാവപ്പെട്ട ശിമോന്റെ അടുക്ക് വന്നു. ശിമോനെ, നീ ഏത് വാഗ്ദത്തം എഴുതാൻ മടിച്ചോ അത് നീ കാണുന്നത് വരെ, നീ കേട്ടതോ എഴുതിയതോ അല്ല, കാണുന്നത് വരെ നീ മരണം ആസ്വദിക്കരുതെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ആലയത്തിന്റെ മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാവപ്പെട്ട യോസഫും മറിയയും കൂടെ
യേശു കുഞ്ഞുമായിട്ട് വരുക. യേശുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് യേശുവിനെ കയ്യിലോട് എടുത്തിട്ട് പറയാണ്, മതി, തൃപ്തിയായി, ഇനി എന്നെ സമാധാനത്തോടെ അങ്ങ് അയക്കണം. എന്ത് കാണുമെന്ന് പറഞ്ഞോ അതെന്റെ കണ്ണ് കണ്ടല്ലോ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. എന്റെ കാതിൽ കേട്ടത് എന്റെ കണ്ണ് കണ്ടല്ലോ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? എന്റെ കാതിൽ കേട്ടത് എന്റെ കണ്ണ് കാണുമെന്ന് നീ ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ മരിക്കും മുമ്പേ, നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൊണ്ട് അത് കാണുവാനിടയാകും. ഹല്ലേലൂയ. നമ്മുടെ വാക്യം മറന്നുപോകൽ. എന്താ വാക്യം? അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. സ്തോത്രം. കണ്ട കാര്യമെല്ലാം വിശ്വസിക്കാൻ നമുക്കെല്ലാം എളുപ്പമാണ്. പക്ഷേ നോഹ വിശ്വസിച്ചത് അതുവരെ ലോകത്തിലില്ല. ലോകത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മഴ എന്ന് പറഞ്ഞത് എഴുതിപ്പോലും കണ്ടിട്ടില്ല. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്, അരുളപ്പാട് കിട്ടിയവന് ഭയവും പക്വതയും ഉണ്ടായി. ഒരു സ്തോത്രം പറയണം. ഭയഭക്തി പൂണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മക്കില്ലാതെ പോയതും ആദിമകാല ഭക്തന്മാർക്ക് ഉണ്ടായിരുന്നതുമായ ഒരു ക്വാളിറ്റിയാണ് ഭയം. നിങ്ങൾ മിണ്ടുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. നമുക്ക് എപ്പോഴൊക്കെയോ ഇല്ലാതെ പോയതും നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നതുമായ ഒരു ക്വാളിറ്റിയാണ് ദൈവഭയം. നിങ്ങൾ എന്നെ കറിയിച്ച് നോക്കുന്നത് എന്തുവാ? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3:10 വായിച്ചേ. ഉൽപ്പത്തി 3:10 വായിച്ച് ഇല്ലേ? തോട്ടത്തിൽ അല്ല, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ച് എന്ന് അവൻ പറഞ്ഞു. അതിന് മോളത് തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ദൈവം അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണോ അവന്റെ നഗ്നത? ആണോ? അല്ല. അവൻ എപ്പോഴാണോ പഴം തിന്ന് എന്നേരം ഉണ്ടായതല്ലേ. അപ്പം നഗ്നനായി കഴിഞ്ഞിട്ട് അവൻ പാട്ട് പാടി കാണും, പ്രസംഗിച്ച് കാണും. നിങ്ങൾ മിണ്ടുന്നില്ല. കേൾക്കാൻ ഓഡിയൻസിലും ഭാര്യ ഉണ്ടല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്നേരം ഒന്നും അവന് ഭയം ഉണ്ടായില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. എപ്പോ ഭയം ഉണ്ടായി? കേട്ടില്ല. എപ്പോ ഭയം ഉണ്ടായി? ദൈവത്തിന്റെ ഒച്ച എവിടെ? തോട്ടത്തിൽ. സഭ കർത്താവിന്റെ തോട്ടമാണ്. PC ചെറിയാന്റെ ശബ്ദം കേട്ടാൽ ആരും പേടിക്കത്തൊന്നുമില്ല. എന്നോട് പിണങ്ങല്ലേ. PC ചെറിയാന്റെ ശബ്ദം കേട്ടാൽ ആരും പേടിക്കത്തില്ല. ഇവിടെ 5000 വാട്ട്സ് വോളിയമുള്ള മൈസെറ്റ് വെച്ച് ആരും പേടിക്കത്തില്ല. എപ്പോഴാണ് സഭയ്ക്ക് ഭയമുണ്ടാന്നറിയാമോ? സഭയാകുന്ന തോട്ടത്തിൽ ദൈവത്തിന്റെ ഒച്ച കേൾക്കണം. ദൈവത്തിന്റെ ഒച്ച കേൾക്കുമ്പോഴാണ് ജനത്തിന്റെ അകത്ത് ഭയമുണ്ടാകുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ആരാധന ദൈവത്തെ ഭയപ്പെട്ടുള്ള ആരാധനയായിരിക്കണം. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേര് കൊതിക്കുന്നുണ്ട് ദൈവത്തെ ഭയപ്പെടുവാൻ? ഒന്ന് ശ്രദ്ധിച്ചേ. ക്രൂശിൽ കിടന്ന കള്ളൻ ആദ്യം ഉണ്ടായ മാറ്റം എന്താണ് പറയാമോ? ക്രൂശിൽ കിടന്ന കള്ളൻ ആദ്യം ഉണ്ടായ മാറ്റം, അവൻ കൂട്ടുപ്രതിയോട് ചോദിക്കുകയാണ്, എടാ നമുക്ക് ന്യായമായ ശിക്ഷയാടാ കിട്ടിയേ. ഇതിൽ കൂടിയ ശിക്ഷയില്ല. ക്രൂശിച്ച് കൊല്ലുന്നതിനെക്കാട്ട് വലിയ ശിക്ഷയില്ല. അത് ന്യായമായ ശിക്ഷയാണ്. നമ്മൾ ചെയ്തതെല്ലാം കൂടെ വിചാരിച്ചാൽ ഇങ്ങനെ 3 പ്രാവശ്യം ക്രൂശിക്കണ്ടിയാ. എടാ ന്യായമായ ശിക്ഷ നമുക്ക് ലഭിച്ചേ, എന്നിട്ട് നിനക്ക് ദൈവത്തെ ഭയമില്ലേടാ ചോദിച്ചു. എന്റെ കൂടാണോ? അവൻ ആദ്യം മാനസാന്തരമല്ല ഉണ്ടായേ. അവൻ ആദ്യം ഉണ്ടായത് ദൈവത്തെ ഭയമുണ്ടായി. രക്ഷിക്കപ്പെട്ട് 30 വർഷമായിട്ട് ദൈവത്തെ ഭയമുണ്ടോ?
ഭയമുണ്ടെങ്കിൽ യോഗത്തിന് വന്നിരുന്ന ചെയ്ത് ഊത് കേട്ടോണ്ടിരിക്കുമ്പോൾ നീ ഉറങ്ങുമോ? നീ എന്നെ കണ്ണടച്ച് കാണിക്കുമോ? ഈ പ്രായമായി എന്നെ ഇനി കണ്ണടച്ച് കാണിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ മിണ്ടുന്നില്ല. ഹലോ, നീ മൊബൈലിനകത്ത് ചാറ്റിക്കൊണ്ടിരിക്കുവോ? ലൈവിൽ എത്ര പേരുണ്ടെന്ന് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുവോ? അത് പിന്നെ നോക്കിയാൽ പോരെ? മിണ്ടുന്നില്ല. എന്താ പോയെന്നറിയാമോ? പറയെല്ലാരും കൂടെ തിരിച്ചു പിടിച്ചോണം. തിരിച്ചു പിടിക്കണം. നിനക്ക് ദൈവത്തെ ഭയമുണ്ടാകണം. ഹല്ലേലൂയ. ആരാധന ദൈവഭയത്തിൽ നിന്ന് ഉയരണം. ആരാധന ദൈവഭയത്തിൽ നിന്ന് ഉയരണം. ദൈവഭയം വെളിപ്പെട്ട ദേശം വിറയ്ക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ക്രൂശിൽ കിടന്നവൻ ആദ്യം ഉണ്ടായത് ദൈവഭയമാ. അവൻ പറഞ്ഞ, സ്നേഹിത, നമ്മളിപ്പോ അനുഭവിക്കുന്നത് ന്യായമായ ശിക്ഷയാടാ. നിനക്കിപ്പോഴും ദൈവത്തെ ഭയമില്ലേ? രണ്ടാമത്തെ അവന്റെ മാനസാന്തരം. സ്തോത്രം. അവന്റെ കുറ്റത്തെ കുറിച്ച് അവന് ബോധമുണ്ടായി. നമ്മൾ 30 ദിവസം യോഗം വെച്ച് പ്രസംഗിച്ചാലും നമ്മളെ കുറ്റം പിടികിട്ടത്തില്ല. അവനെ പ്രസംഗിപ്പിച്ച് മാനസാന്തരപ്പെടുത്താൻ ക്രൂശിനെ ഒട്ടി ആരുമില്ല. പക്ഷെ അവിടെ കിടക്കുമ്പോൾ അവൻ പറഞ്ഞു, നമ്മളെ കുറ്റം ചെയ്തവരാണ്, അതുകൊണ്ടാണ് ശിക്ഷ കിട്ടിയേക്കുന്നത്. പക്ഷെ കൂട്ടുപ്രതി കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായി. ഹലോ, എന്തോ വെളിപ്പാടോ ഒന്ന് ഓർത്തു നോക്കിയേ. കൂട്ടുപ്രതി കുറ്റക്കാരനെന്ന് മനസ്സിലായി. അവൻ പറഞ്ഞു, ഇവനോ നമ്മൾ ചെയ്ത് കൂട്ടിയ മുഴുവൻ അരുതാത്തതാ, ഇവനോ അരുതാത്തത്. നല്ല സ്തോത്രം പറയണം. യേശു ആരാന്ന് ഇതുവരെ നിനക്ക് പിടികിട്ടിയില്ല. ക്രൂശേ കിടന്ന കള്ളനെ മനസ്സിലായി. അരുതാത്ത ഒന്നും ചെയ്യാത്ത ഒരാൾ ഉലകത്തിലുണ്ടെങ്കിൽ എന്റെ കൂടെ കിടക്കുന്ന യേശുവാന്ന് മനസ്സിലായെങ്കിൽ ഇന്ന് പോലെ അരുതാത്ത ഒന്നും ചെയ്യാത്ത ഒരു സ്വർഗം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് അവനൊരു ബോധ്യമുണ്ടായി. എന്റെ ദേഹത്തെ മാത്രമേ റോമൻ ഗവൺമെന്റ് കൊല്ലാൻ കഴിയത്തുള്ളൂ, എന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയത്തില്ല. ഹലോ, അപ്പോൾ അവനവിടെ കിടന്നുകൊണ്ട് യേശു പ്രസംഗിക്കാത്ത ഒരു കാര്യം പിടികിട്ടി. ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട. സ്തോത്രം പറയണം. കാൻസറോ ട്യൂമറോ ലുക്കേമിയോ എല്ലാം വന്ന ദേഹത്തെ കൊല്ലത്തേ ഉള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹാർട്ട് അറ്റാക്കോ വൈറൽ ഫീവറോ കിഡ്നി പ്രശ്നമോ എന്തോ വന്നാലും ദേഹത്തെ കൊല്ലത്തേ ഉള്ളൂ. ദേഹത്തെ കൊല്ലുന്ന ഹാർട്ട് അറ്റാക്കിനെ അല്ല നീ പേടിക്കണ്ടേ. ദേഹത്തെ കൊല്ലുന്ന കിഡ്നി ട്രബിളിനെ അല്ല പേടിക്കണ്ടേ. ദേഹത്തെയും ദേഹിയെയും കൂടെ കൊന്നിട്ട് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനെ നീ പേടിക്കണം. നല്ല അല്ലെ പകൽ പറയണം. എല്ലാത്തിനെയും കൂടെ കൊന്നിട്ട് നരകത്തിൽ തള്ളാൻ കഴിവുള്ള ഒരുത്തനുണ്ട്. ഓ, അത് ഈ കിടക്കുന്ന ആളാന്ന് മനസ്സിലായി. എന്തോ വെളിപ്പാടാ. ഒരല്ലേ പറഞ്ഞ് ആകെ അല്പസമയം ക്രൂശേ കിടന്നുള്ള പരിചയമുള്ളൂ. പക്ഷെ കിടക്കുന്നവന് എന്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. ഇവൻ രാജാവാന്ന് മനസ്സിലായി. ഞങ്ങൾ ദുഷ്പ്രവർത്തിക്കാരാണെന്ന് ഇവൻ രാജാവാന്ന് മനസ്സിലായി. പിന്നെ അവൻ താമസിച്ച ഒറ്റ വിളിയാണ്, നീ രാജാവാകുമ്പോൾ. ഓ, ഹല്ലേലൂയ. ഇന്ന് പകൽ നീ കാണേണ്ടിയവനെ കാണേണ്ടിയ പോലെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ചരിത്രത്തെ മുഴുവൻ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു വലിയ ദൈവം ഇവിടെയുണ്ട്. ഓ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നേരം പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. ഇന്ന് നീ എൻ്റെ കൂടെ ഒരല്ലേ പറഞ്ഞേ, മാനസാന്തരം കറക്റ്റാണ്, സ്വർഗം അന്നേരം കിട്ടും. നിന്റെ ഏറ്റുപറച്ചിൽ കറക്റ്റ് ആണെങ്കിൽ സ്വർഗം അന്നേരം കിട്ടും. അതിനുവേണ്ടി നീ ഒത്തിരി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അപ്പോൾ ഹാഗാർ കണ്ടു. അവളോട് എന്നെ പറഞ്ഞു, കണ്ണു തുറന്നൊന്ന് നോക്ക്. അവൾ കണ്ണു തുറന്നപ്പോൾ ദൈവം തുറന്നു വെച്ചേക്കുന്ന ഉറവെ അവള് കണ്ടു. അല്ലാതെ എന്നേരം തുറന്നല്ല. പ്രൈസ് ദി ലോർഡ്. 21 കഞ്ഞിയെല്ലാം കുടിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് തുറക്കുന്ന കാര്യമല്ല. കാണേണ്ടവൻ നിന്നെ കണ്ടാൽ, എൽറോയി നിന്നെ കണ്ടാൽ, പ്രശ്നപരിഹാരം നീ കിടക്കുന്നിടത്തുണ്ട്.
നീ കിടക്കുന്ന മരുഭൂമിയിൽ ആ പ്രശ്നത്തിന് സോഴ്സ് അവൻ കണ്ടുവച്ചിരിക്കുകയാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നമ്മുടെ പ്രസംഗ വിഷയം അവളല്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് കയറി അത് പറഞ്ഞതേ ഉള്ളെങ്കിൽ അവളെ കുറിച്ച് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. ഈ കൊച്ചനെ അവൾ വളർത്തി. വേണമെങ്കിൽ കോഫി ഡേക്കാരൻ ചെയ്ത പോലെ ബാംഗ്ലൂരിലെ വലിയ പാലത്ത് നീ കൊച്ചിനെ കൊണ്ട് ചാടാമായിരുന്നു. ഹലോ, അവളത് ചെയ്തില്ല. അറക്കെ ജോയി ചെയ്ത പോലെ പെരയുടെ മണ്ടയ്ക്കൊന്ന് ചാടാമായിരുന്നു. അതും അവൾ ചെയ്തില്ല. സ്തോത്രം. ഈ കൊച്ചിനെ അവൾ വളർത്തി. കല്യാണപ്രായമായപ്പോൾ വെല്ലോൻ്റെ കൊച്ചല്ലേ എവിടെയെങ്കിലും പോയി ബാംഗ്ലൂർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പൂനെ ചെല്ലുമ്പോൾ ഒന്നിനെ കണ്ടെത്തിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന തള്ളയല്ല. അവൾ പോയി ഇസ്മായിലിന് ഒരു ചെറുക്കനെ ഇസ്മായിൽ ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് അവനുമായിട്ട് വിവാഹം നടത്തി കൊടുത്തു. അതാരുടെ ജോലിയായിരുന്നു? ഇങ്ങനെ വേണ്ടത്. പിള്ളേർക്ക് ഉറവ മേടിച്ചു കൊടുക്കുന്ന പണി മാത്രമല്ല തള്ളയുടെ. ഇങ്ങനെ കണ്ണടച്ച് കുത്തിപ്പിടിച്ചിരുന്ന് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, അമേരിക്ക, കാനഡ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഉറവ തുറക്കാൻ മാത്രം ഇരുന്നാൽ പോരാ, മറ്റേ കാര്യം കൂടെ അന്വേഷിക്കണം. സന്തോഷമുള്ള സ്വത്രം പറയാവുള്ളൂ. കുത്തിപ്പിടിച്ച് ഉറവെല്ലാം കൂടെ കുത്തി തുറന്നും വെച്ച് പിള്ളേരുടെ വഴിക്ക് പോകല്ലേ. കാകാറ് അവനൊരു ഭാര്യയെ കൊണ്ട് കൊടുത്തു. അങ്ങനെ മിണ്ടുന്നില്ല. കൊച്ചപ്രകാമിൻ്റെ അല്ലയോ, സാറ പറഞ്ഞിട്ടുണ്ടായതല്ലയോ. അവൻ എവിടെയും പോയി കെട്ടണമെന്ന് വിചാരിച്ചാൽ പോരെ. നിനക്ക് നിന്റെ വഴി, എനിക്ക് അങ്ങനത്തെ തള്ളയല്ല. തലമുറയ്ക്ക് വേണ്ടി ഉറവേം തുറപ്പിച്ചു, തലമുറയുടെ ഭാവി സുരക്ഷിതമാക്കി. ഇന്ന് പകൽ ദൂതാ പറയുന്നത്, ഏറ്റെടുത്തോണം. നീ എല്ലാം കൂടെ തമ്പുരാന്റെ തലയെ വെച്ച് കെട്ടല്ലേ. നിന്റെ ദൗത്യങ്ങൾ, നിന്റെ ഡ്യൂട്ടികൾ നീ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവര് നല്ലപോലെ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്ന് പകൽ ചെറുതെല്ലാം നീ കാണണം. നോക്കിയേ, നമ്മുടെ വിഷയത്തിലേക്കൊന്ന് വേഗം വരണം. അതുവരെ കാണാത്തവയെ കുറിച്ച് ഒരരുളപ്പാട് കണ്ടപ്പോൾ ഭയവും ഭക്തിയും ഉണ്ടായി. ഈ കാര്യം തൻ്റെ സ്നേഹിതരോടൊക്കെ പറഞ്ഞു കാണും. എൻ്റെ ചിന്തയാണ്, ഈ 3 മരുമക്കൾ വന്ന ബന്ധുക്കാർ 3 വീട്ടുകാരുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. പിന്നെ നോഗയുടെ വീട്ടുകാരുണ്ടല്ലോ, ഇല്ലേ? നോഗയുടെ ഭാര്യ വീട്ടുകാരുണ്ടല്ലോ. കുറഞ്ഞത് ഒരു 5-6 വീട്ടുകാരുമായിട്ടെങ്കിലും ഈ പുള്ളിക്ക് ബന്ധമുണ്ടല്ലോ. ഇവരെയൊക്കെ വിളിച്ച് പറഞ്ഞു കാണും, മഴ പെയ്യാൻ പോവാം, നമുക്കതിനൊരു പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഗോപുര മരം കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. അതിന് 300 മുഴം നീളം, 50 മുഴം വീതി, 75 മുഴം വീതിയുള്ള, ഉയരമുള്ള, നീളമുള്ള കംപ്ലീറ്റ് ഗോപുരം 3 നിലയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എടോ ഈ വട്ട് പറയുന്നതിനൊന്നും സൈഡ് നിൽക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. അവൻ്റെ വീട്ടുകാർ കൈവിട്ടു, ഭാര്യ വീട്ടുകാർ കൈവിട്ടു, 3 ബന്ധുക്കാർ കൈവിട്ടു. വീട്ടിലുള്ള 8 പേരെ കൊണ്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഹലോ, അതുവരെ ഇല്ലാത്തൊരു സീസണിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പുതിയൊരു പ്രൊജക്റ്റ്. ഈ ഉപവാസം കഴിയുമ്പോൾ ചില പ്രൊജക്റ്റുകൾ സഭയ്ക്കകത്ത് പൂർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അവിശ്വസനീയമായ ചില പുതിയ പ്രൊജക്റ്റുകൾ. യെസ്, അതിനെവിടുന്ന പാസ്റ്ററെ പൈസ? അത് പറയാം. സ്തോത്രം. രാജാവിൻ്റെ അകമ്പടി നിൽക്കുന്ന ഒബദ്യാവിന് നക്കാപ്പിച്ച ശമ്പളമുള്ളൂ. ആ ശമ്പളം ഭാര്യയ്ക്കും പിള്ളേർക്കും കൊടുക്കാൻ തികയത്തില്ല. പക്ഷെ ആ പുള്ളി 100 പേരെ 3.5 വർഷം ക്ഷാമകാലത്ത് ഗുഹകളിൽ പാർത്ത് ആഹാരം കൊടുത്തു. 3 നേരം 2 നേരം കൂട്ടിക്കോ, കാക്ക കൊടുത്ത പോലെ 2 നേരം കൂട്ടിക്കോ. 2 നേരം 100 പേർക്ക് 3.5 വർഷം കൊണ്ട് എത്ര ലക്ഷം രൂപ വേണം? നിങ്ങൾ മിണ്ടുന്നില്ല. പട്ടണത്തിൽ വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റാനുള്ള പ്രൊജക്ട് നിന്നെ ഏൽപ്പിക്കുവന്നു. രാജാവിന്റെ ചെറിയ സാലറി കൊണ്ട്
100 ഭക്തന്മാരെ പോറ്റാൻ ഓരോ ഉപധ്യാപിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ചില ക്ഷാമങ്ങൾ മാറ്റുന്ന ദൂത ഏറ്റെടുക്കുന്നവരെ ഏറ്റെടുക്കാവുള്ളൂ. ഹല്ലേലൂയ. ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ക്ഷാമം മാറ്റുന്ന അതിന് പാസ്റ്ററെ എങ്ങനെ നടക്കും പറയാം. പാണ്ഡികശാലയെല്ലാം പറവോന്റെയാ, താക്കോൽ യോസഫിന്റെ ഇല്ല. നല്ല കൈയടിക്കണം. പാണ്ഡികശാല മുഴുവൻ പറവോന്റെയാ, പക്ഷെ തുറക്കുന്ന താക്കോൽ യോസഫിന്റെ കയ്യിലാ. ദൈവം ഇന്ന് പകൽ വിശ്വസിക്കുന്നവനെ താക്കോലേൽപ്പിക്കാൻ പോകുകയാ. ചില പാണ്ഡികശാലകളുടെ താക്കോൽ. പോരാ പോരാ, ഇന്ന് പകൽ നിങ്ങൾ എത്രമാത്രം ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ചില പാണ്ഡികശാലകളുടെ താക്കോൽ ദൈവം നിന്റെ പക്കൽ ഇന്ന് പകൽ ഏൽപ്പിക്കാൻ പോകുകയാ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറഞ്ഞു. അത് ഞങ്ങളുടെ ചർച്ചയിൽ വന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പറഞ്ഞൊരു മർമ്മമാണ്. ഞാൻ കടമെടുത്ത് പറയാൻ പോവാം. സ്തോത്രം. നമ്മുടെ ഇടയിൽ 2 ശക്തികളുണ്ട്. ഒന്ന് എഴയുന്ന ശക്തിയാണ്, മറ്റൊന്ന് വാഴുന്ന ശക്തിയാണ്. എൻ്റെ കൂടെ ഒന്ന് വരണം. എഴയുന്ന ആരാന്ന് ഞാൻ പറയാൻ പോവാണ്. ഒരിക്കൽ 6 ചിറക് കൊണ്ട് പറന്ന് ആരാധിച്ചവനും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് അഹങ്കാരം കയറിയിട്ട് വെട്ടി താഴെയിട്ടവനും, അവൻ്റെ പേര് വെട്ടേറ്റ് വീണവൻ. എല്ലാവരും പറഞ്ഞേ, കേട്ടില്ല? വെട്ടേറ്റ് വീണവൻ അന്ന് തൊട്ട് എഴയവ. അവൻ എഴഞ്ഞ് മരത്തെ കയറി പഴം വരെ വേണേ പറിക്കും, പക്ഷെ എഴയവ. അവൻ്റെ സ്തോത്രം കേട്ടാൽ അറിയാം എഴഞ്ഞുള്ള സ്തോത്രമാണ്. അവൻ്റെ കയ്യടി കേട്ടാൽ അറിയാം എഴഞ്ഞുള്ള കയ്യടിയാണ്. അവൻ്റെ ആരാധന കേട്ടാൽ അറിയാം എഴഞ്ഞുള്ള ആരാധനയാണ്. ഹലോ. പക്ഷേ കാൽവറിയെ ജയിച്ചവൻ വാഴുക. നിന്നെ വിളിച്ചത് എഴയാനല്ല, നിന്നെ വിളിച്ചത് ഈ പട്ടണത്തിൽ വാഴാനാ. ഇന്ന് പോലെ ആത്മാവ് പറയുന്നു, ഈ പട്ടണത്തിൽ ദൈവം നിന്നെ വിളിച്ചത് വാഴാനാ. വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്റെ വീട്ടിൽ നീ വാഴണം. പറഞ്ഞ ഞാൻ എൻ്റെ വീട്ടിൽ വാഴുമെന്ന് പറഞ്ഞു. അവിടെ രോഗമല്ല വാഴണ്ടേ, അവിടെ സാമ്പത്തിക കടഭാരമല്ല വാഴണ്ടേ, അവിടെ പിള്ളേരുടെ പ്രശ്നമല്ല വാഴണ്ടേ. ഹലോ. അവിടെ പരാജയമല്ല വാഴണ്ടേ, അവിടെ ശൂന്യതല്ല വാഴേണ്ടത്. അവിടെ നീ വാഴണം. വാഴാനാ നിനക്ക് ആത്മാവ് തന്നേക്കുന്നത്. ഇന്ന് പകലൊക്കെ ഈ പട്ടണത്തിൽ ദൈവസഭ വാഴണം. ഏറ്റെടുക്കുന്നവർ ആരാധിക്കട്ടെ. ഇഴയുന്ന ചില വ്യാപാരങ്ങളെ ഇന്ന് പകൽ ആത്മാവിന്റെ കരുത്തിൽ ശ്വാസിച്ചിട്ട് നീ സകലത്തിന്റെ മേലും ഇന്ന് പകൽ വാഴാൻ തയ്യാറാകട്ടെ. ഓ രാമനാഥരാജന രഗമനാഥര വക്ഷരാധരെ വൈഡപ്രമനാഥര. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. നിങ്ങൾ തീരുമാനിച്ചോ എഴയവാണോ വാഴുവാണോ? ചെറുത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുടങ്ങും. അവൻ വയ്യാന്നും പറഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ. AC കിട്ടുമ്പോ ഇടത്തെ കൈ തലയുടെ അടി വെച്ച് കിടന്ന് ഉറങ്ങി. ആ തണുപ്പെല്ലാം അടിച്ച് കൈ രാവിലെ എഴുന്നേറ്റപ്പോൾ നൂലായി ചെറിയ പ്രയാസം. ആ ഒറ്റ കാരണം മതി, കടുങ്ങാപ്പി പോലും ഭർത്താവിന് കിട്ടത്തില്ല. ഹലോ. സ്തോത്രം പറയണം. എൻ്റെ കുഞ്ഞ്, അത് സോക്കേടല്ല, കൈവച്ച് കിടന്നപ്പോൾ തണുപ്പടിച്ചതാ. നീ നല്ലൊരു സ്തോത്രം പറഞ്ഞാൽ അഴിയാനുള്ള കേസേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരാരാധന അഴിയേണ്ട കേസാ. നിന്റെ വീതെ വെച്ചിട്ട് നിന്നെ എഴയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോലെ എഴയുന്ന എല്ലാ പോരും അഴിഞ്ഞിട്ട് നീ ഇന്ന് രാവിലെ ഒന്ന് വാണ. ഈ 15ാമത്തെ പകൽ ഈ സഭ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ വാഴട്ടെ. ചുടാ രബലകൽക്ക രാജ വക്ഷ സന്ദര റിബല രഗതമന
ഓ രക്തത്താല് വചനത്താല് ജയം ജയം ജയം. ദേശത്ത് കുറെ കാലമായിട്ട് വാഴുന്ന ചിലതൊക്കെ ഉണ്ട് കേട്ടോ. നീ അതിന്റെ അടിത്തറ ഇളക്കണം. അതിന് നീ ഇവിടുന്ന് പിക്കാസും പാരയൊന്നും കൊണ്ടുപോകണ്ട. നിന്റെ ആരാധന വെളിപ്പെട്ടാൽ മതി, നിന്റെ അഭിഷേകം വെളിപ്പെട്ടാൽ മതി. നിന്റെ അഭിഷേക ശക്തി പ്രാപിച്ചാൽ ചിലതിൻ്റെയൊക്കെ അടിത്തറ ഇന്ന് പകലിളകും. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഓ, നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറയുന്ന, നിന്നെ മുൻപോട്ട് ഉയരാൻ അനുവദിക്കുന്ന വാദിക്കുന്ന വാദഗതികളെ ഹല്ലേലൂയ. നമ്മൾ ഈ രോഗശാന്തിക്കും ഭൂതശാന്തിക്കും ഒന്നും വലിയ അതൊന്നും അല്ല വലിയ, അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നോളൂ. ഇന്നിവിടെ വന്ന മുഴുവൻ രോഗവും സൗഖ്യമാവും. ആക്കിയിട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. അതൊന്നും അല്ല വലിയ കാര്യം. അതിനെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പറഞ്ഞ സൗഖ്യത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നേ. ഏറ്റവും വലിയ സൗഖ്യം ലാസറിന്റെ, അതിനെക്കാട്ടി വലിയ സൗഖ്യം നടന്നിട്ടില്ലല്ലോ. നാറ്റം വെച്ച കേസ് അല്ലേ? പക്ഷെ ആ പുള്ളി പിന്നെ മരിച്ചുപോയി. നിങ്ങൾ അറിഞ്ഞായിരുന്നു? അറിഞ്ഞില്ല. നമ്മളുണ്ടായിരുന്നപ്പോൾ അനുശോചനം പറഞ്ഞു ബന്ധുക്കോസുകാർ, നമ്മളെ അറിയിക്കാഞ്ഞതാ. പുള്ളി മരിച്ചു പോയായിരുന്നു. നമ്മുടെ ആ സെമിത്തേരിലോട്ട് കൊണ്ടുപോയ നയ്യനിലെ അമ്മാമ്മയുടെ കൊച്ച് പെട്ടിക്കിടന്ന് അവൻ പിന്നെ ചത്തുപോയി. അറിഞ്ഞായിരുന്നോ? ഇല്ല. ഇന്നറിഞ്ഞോണോ? ചരമകോളത്തിൽ ഫോട്ടോ വന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ആ യായിറോസിന്റെ പെങ്കൊച്ച് കല്യാണമൊക്കെ കഴിച്ച് കാണും, പക്ഷെ പിന്നെ കൊച്ചി ചത്തുപോയി. കാരണം കൊച്ചിന്റെ ഉയർപ്പിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആ 38 വർഷം കിടന്നവനില്ലേ, ഒരു താങ്ക്സ് പറയാതെ കിടക്കാൻ കൂടെ ഓടിവൻ. അവൻ എഴുന്നേരെ കിടക്കെടുത്തപ്പോൾ ഒരു നന്ദി പറഞ്ഞിട്ട് പോകണ്ടേ, അത് പറയാതെ അവൻ ഓടി. പക്ഷെ കർത്താവ് പുറകെ പള്ളിയിൽ പോയിട്ട് പിടിച്ചവനെ. നീ ഓടിയാലും കർത്താവ് പിടിക്കുമോ? അല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ചെറിയ 21 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 21 കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? 5 പൈസ സ്വോത്രാജ്യം കൊണ്ട് ദശാംശം കൊടുക്കാതെ 40 വർഷമായിട്ട് ഇങ്ങനെ കൈ പറഞ്ഞെടുത്ത പള്ളിയിലുണ്ടായിരുന്നു. അവനെ കൈ നൂർത്തായിരുന്നു. അവൻ കൈ നൂർത്ത് വെച്ച് കിടന്ന് ചത്തുപോയി. നമ്മുടെ റാന്നിക്കാരിയെ പോലെ പോലെ വളഞ്ഞ അമ്മച്ചി നേരെ കിടന്ന് ചത്തു. മിണ്ടുന്നില്ല. എല്ലാ സൗഖ്യത്തിനും എന്തോ ഉണ്ട് പറ. പക്ഷെ നിത്യതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. നിത്യതയ്ക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ലെന്ന് നീ ഇന്ന് പകൽക്കാലം ആരാധിക്കാൻ ഇവിടുത്തെ പനി മാറിയനല്ല. നിത്യതയെ കുറിച്ച് ഓർത്ത സന്തോഷമുണ്ടെങ്കിൽ ഇതുവരെ കാണാത്തവയെ കുറിച്ച് ഒരരുളപ്പാട് ലഭിച്ചിട്ട് നീ ഒന്ന് ഭയഭക്തി കൊണ്ട് ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ ഇന്നത്തെ കാര്യം വരെ അറിയാം. ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവർ മാത്രം കൈപ്പൊക്കിക്കുക. ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള കാര്യം എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ആരുമില്ല. അത് മനസ്സിലായിക്കോണം. അതറിയാവുന്ന ഒരുത്തൻ ഞാൻ തുലാപിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പത്തനംതിട്ട മല്ലിശ്ശേരിയിലെ 30-ാം തീയതി കല്യാണം കഴിഞ്ഞ കൊച്ചും ചെറുക്കനും ഒരു പള്ളിക്കാര് കല്യാണം കഴിഞ്ഞ് നേരെ മലേഷ്യക്ക് പോയി. ഇന്നലെ രാവിലെ തിരിച്ചു വരിക തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ. 2 അപ്പന്മാരും കൂടെ പോയി കൊണ്ടുവരിക. മുറിഞ്ഞകല്ലിൽ വന്നപ്പോൾ ഒരു അയ്യപ്പൻ വണ്ടി ഇടിച്ചു. 4 പേരും നേരെ തീർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാ. അറിയായിരുന്നു ആർക്കേലും? സ്കൂളിൽ നിന്ന് പഠിച്ചേച്ച് പോയ 4 പിള്ളേരുടെ മണ്ടയ്ക്ക് സിമെന്റ് ലോറി വീണു. അറിഞ്ഞായിരുന്നു? ഹലോ. അപ്പനും അമ്മയ്ക്ക് എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു? പരീക്ഷ എഴുതി പാസ്സായിട്ട് ഓസ്ട്രേലിയ വിടാൻ വേണ്ടി ഓസ്ട്രേലിയയുടെ പരീക്ഷ എഴുതാൻ ബാംഗ്ലൂരിട്ട് പോയത് അപ്പനും അമ്മയും ഞങ്ങളുടെ എരവേലിയിൽ നിന്ന്. കൊച്ചിനെയും കൊണ്ട് 2 മാസമുള്ള കുഞ്ഞും അമ്മയും കൂടെ 4 പോയി.
അടുത്ത നിമിഷം വല്ല കാര്യം അറിയാമോ? പക്ഷെ അതുവരെ കാണാത്തവയെ കുറിച്ചൊരു ഭക്തൻ അരുളപ്പാടുണ്ടായിരുന്നു. മിണ്ടുന്നില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും എന്നോ ഒരിക്കൽ സംഭവിക്കാൻ പോകുന്ന ഒരു വെളിപ്പാട് ഒരു ഭക്തന് കിട്ടി. ഭക്തൻ ഉടനെ പേപ്പർ എടുപ്പിച്ച് അല്ലിയ മക്കളെ 3 ആൺപിള്ളേരെയും 3 മരുമക്കളെയും ഭാര്യയും കൂട്ടി ഒരു പുതിയ പ്രൊജക്ട് തയ്യാറാക്കി ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ റെഡിയാക്കുക. പഞ്ചായത്തിന്റെ പെർമിഷൻ മേടിക്കണ്ടേ? അങ്ങനെ മിണ്ടുന്നില്ല. ഇവിടെ 700 സ്ക്വയർ ഫീറ്റിന്റെ പെരവക്കടയിലും പഞ്ചായത്തിന്റെ പെർമിറ്റ് വേണ്ടേ? എന്നേരല്ലേ ഇത്രയും വലിയ സംഭവം. 450 അടി നീളമുള്ള സാധനം ഉണ്ടാക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? എടോ മനുഷ്യ, ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് എന്തോ കണ്ടോണ്ടാ? കാണാത്ത കാര്യം കണ്ടു. ഒറ്റ മറുപടി ഉള്ളു, കാണാത്ത കാര്യം കണ്ടു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽ സഭ കാണാത്ത ചിലത് കാണണം. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത്, സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് കാണാത്ത ചിലതിനെ കാണാൻ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഇതുവരെ കാണാത്തവയെ കുറിച്ചുള്ള ഒരരുളപ്പാട് കിട്ടുവാൻ Praise the Lord. Praise the Lord. കരവും ശബ്ദവും ഉയർത്തിയാൽ ഹല്ലേലൂയ പറഞ്ഞു. നമ്മളെ എല്ലാം കാണുമ്പോഴേ നമ്മൾ ആരാണെന്ന് കർത്താവിന് അറിയാൻ കേട്ടോ. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അഭിഷേകവും നമ്മുടെ അഭിനയവും എല്ലാം ആർക്കറിയാം? പറ. ഈ നദനിയേലിനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഇവൻ സാക്ഷാൽ, ഇവന് യാതൊരു. അവൻ ചോദിച്ചു, എന്നെ എവിടെ വെച്ച് അറിയാമെന്ന് ചോദിച്ചു. അവൻ നീ അങ്ങ് അത്തിയുടെ ചോട്ടിരിക്കും, എനിക്കറിയാമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ജാതകം പറയണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പം ഇത് കണ്ടുകൊണ്ടല്ലേ വിശ്വസിക്കുന്നത്? നീ ഇതിനെക്കാട്ടി വലുത് കാണാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഭൂതവും പറഞ്ഞു, വർത്തമാനം പറഞ്ഞു, ഭാവി പറഞ്ഞു. ഭൂതം അത്തിയുടെ ചോട്ടിയിരിക്കുന്നു, ഭൂതകാലം. വർത്തമാനകാലം ഇവന് യാതൊരു കപടവും ഇല്ല. ഇനി ദൂതന്മാർ ഇറങ്ങുകയും കരുതി നീ കാണും, അത് ഭാവി. 3 ഒരു സമയത്ത് തന്നെ ദൂത് പറഞ്ഞു, അല്ലേ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതേ കർത്താവിന് നീക്കോദീമോസ് വന്നപ്പോഴും ഇവനാണ് 3 ആണി പതുക്കെ ഊരി എൻ്റെ ബോഡി നിലത്ത് വീണ് അസ്ഥി ഒന്നും ഒടിയാതെ തോളി വെച്ച് എൻ്റെ ബോഡി താഴെ ഇറക്കുന്നതെന്ന് യേശുവിന് അറിയത്തില്ലേ? അറിയാം. അവൻ്റെ പോക്കറ്റിലെ സാലറി കിട്ടിയ പൈസ കൊണ്ടാണ് നിർമ്മലശീല മേടിക്കുന്നത് എന്നെ പൊതിയാനുള്ളതെന്ന് യേശുവിന് അറിയത്തില്ലേ? എന്നെ മുഖം മറിഞ്ഞ റൂമാല് അവൻ്റെ പോക്കറ്റിലെ കാശ് കൊണ്ടാണ് മേടിക്കുന്നത് യേശുവിന് അറിയത്തില്ലേ? അറിയാം. ആ നിർമ്മലശീലയ്ക്കകത്ത് 100 റാത്തൽ സുഗന്ധം എൻ്റെ ബോഡി കേടുവരാതെ സൂക്ഷിക്കാൻ 100 റാത്തൽ സുഗന്ധം ഇവൻ്റെ പോക്കറ്റിലെ കാശ് കൊണ്ടാണ് അവനെ അറിയത്തില്ലേ? ഇവനെ തലഭാഗവും പിടിച്ച് നമ്മുടെ അരിമത്തിലെ മന്ത്രി യോസഫ് കാൽഭാഗവും പിടിച്ച് യോസഫിൻ്റെ പാറയെ വെട്ടി കല്ലറെ കൊണ്ടുവെക്കുന്നത് ഇവനാന്നറിയത്തില്ലേ? അറിയാമായിട്ടും കർത്താവിൻ്റെ അടുക്കലേക്ക് ഇവൻ വന്നപ്പോൾ കർത്താവിനെ ഇവൻ ഒരൊറ്റ പുകഴ്ത്തി, കർത്താവേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നു. ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. നീ വാസ്തവമായി ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു ദൂത് പറയുകയാണെങ്കിൽ ഞാൻ ഉടനെ പറയും, സൂസമ്മ പെട്ടെന്ന് ചായ എടുക്കുക. എൻ്റെ ഭാര്യയുടെ പേര് സൂസമ്മ എന്നാണ്. അപ്പോൾ ഞാൻ പറയും, പെട്ടെന്ന് ചായ എടുക്കുക, കൊടുക്കുക എന്ന്. നട്ട്സൊക്കെ എടുക്കണം എന്ന് അത്യാവശ്യമായിട്ട് നമ്മുടെ ഒരു ഗസ്റ്റ് വന്നായിരുന്നു. തന്നെ അദ്ദേഹം ഈ തച്ചൻ്റെ മോനെക്കാട്ടി സീനിയോറിറ്റി ഉള്ള ആളാണ്. ഹലോ, വന്നേക്കുന്ന തച്ചൻ്റെ മോൻ്റെ വീട്ടിൽ ഇദ്ദേഹം സന്നിധി സംഘത്തിലെ അംഗമാണ്. അതിൻ്റെ പ്രായവും പക്വതയും എല്ലാം ഉള്ള ന്യായശാസ്ത്രിയാണ്. അപ്പം അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കാണിക്കത്തില്ലേ? ഞാനായിരുന്നു ഒരു മൊമെൻ്റൊക്കെ കൊടുത്ത് ഒരു ഷാളൊക്കെ ഇട്ട് സ്വീകരിച്ചേന്. യേശു മുഖത്തോടൊക്കെ ഇത്രയും ചെയ്യുന്നവനാന്ന് അറിഞ്ഞിട്ട് പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. നീ വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ലെങ്കിൽ കടക്കത്തില്ല. ഒരു സ്തോത്രം പറയണം. ദൈവത്തിന് ആരെങ്കിലും കളത്തുന്നോ പുകഴ്ത്തുന്നോ ഒന്നും അല്ല വിഷയം. നീ മാനസാന്തരപ്പെടുന്ന വിഷയം. നല്ല സ്തോത്രം പറഞ്ഞ്
ഇന്ന് പകൽക്കാലം നീ ആരുമായി, നീ കോദീമോസ് ആകുവോ, ന്യായശാസ്ത്രി ആകുവോ, എന്റെ ബോഡി ചുമന്നുകൊണ്ട് പോകുമോ, ഇതൊന്നും സ്വർഗത്തിൽ പോകുന്ന പരിപാടിയല്ല. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരായാലും പുതുതായി ജനിച്ചേ മതിയാകത്തുള്ളൂ. നല്ല സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം പുതുതായി ജനിച്ചവരെല്ലാം കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ 15-ാമത്തെ പകൽ പുതുതായി ജനിക്കാത്ത ആരെങ്കിലും ഇവിടെയോ ലൈവിലോ ഉണ്ടെങ്കിൽ, സ്നേഹിത, നീ ഭൂലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും നീ ദൈവരാജ്യം കാണണമെങ്കിൽ, ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ നീ പുതുതായി ജനിച്ചേ മതിയാകൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നമ്മുടെ വിഷയം വിട്ടുപോകരുത്. ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ ഒരു നല്ല കുടുംബത്തിന്റെ കുടുംബനാഥനായ മനുഷ്യൻ, ഒരു പ്രത്യേക കാലഘട്ടം. എൻ്റെ കൂടെ വരണേ. എന്നോ കാലഘട്ടം എന്നറിയാമോ? മനുഷ്യരെല്ലാം മനുഷ്യനെ ബോധിച്ചവനെയൊക്കെ ഭാര്യമാരെടുക്കുന്നൊരു കാലം. നമ്മളാരും വിചാരിക്കുന്ന ഒരു കാലമല്ല. ഇപ്പോഴും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും ആലോചിച്ചൊക്കെ നടക്കുന്ന. ഹലോ, മിണ്ടുന്നില്ല. ഇപ്പോഴും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിലും ഭൂരിപക്ഷം വീട്ടിലും മാതാപിതാക്കൾ ആലോചിച്ചൊക്കെയാണ് കല്യാണം നടക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനല്ല. അന്ന് എല്ലാവരും ബോധിച്ചോരെ പിടിച്ച് ഭാര്യമാരാക്കുക. ഇതെല്ലാം കൂടെ കണ്ട് കർത്താവിന് സഹികെട്ടിട്ട് ന്യായവിധി ഇറക്കാൻ പോവാ. അപ്പം ജനം ഒരു ന്യായവിധിയുടെ വക്കിൽ നിൽക്കുക. എൻ്റെ കൂടാണോ എല്ലാവരും? ഇവിടെയാണോ എല്ലാവരും? യോഗം കഴിയുന്ന സമയമായോ? ആയാലും ഞാൻ ലേറ്റായിട്ടല്ലേ വന്നേ. അതുകൊണ്ട് നമുക്ക് ഒരല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ശ്രദ്ധിച്ചേ, ഈ വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, മനുഷ്യനെല്ലാം ബോധിച്ച പോലെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അടുത്ത ഏതു നിമിഷവും ന്യായവിധി ഇറങ്ങും. ന്യായവിധി പെയ്തിറങ്ങാൻ പോവാ. മിണ്ടുന്നില്ല. ന്യായവിധി പെയ്തിറങ്ങാൻ പോകുകയാ. അതിന്റെ നടുവിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുതിയ റെവലേഷൻ, ഒരു പുതിയ വെളിപ്പാട്, ഒരു പുതിയ അരുളപ്പാട്. കാണാത്തവയെ കണ്ടു, കാണാത്തവയെ കണ്ടു. ഇന്ന് പകൽ, ഈ 15-ാമത്തെ പകൽ എത്ര പേര് കൊതിക്കുന്നുണ്ട് കാണാത്തവയെ ഒന്ന് കാണാൻ? 4 പേർക്ക് കയറാമെന്ന കൊച്ചു ലിഫ്റ്റിനകത്ത് 6-ാം നിലയുടെ മണ്ടയ്ക്ക് വന്ന് സങ്കുചിതമായ പകൽ വരുന്ന ഒരു രാത്രി വരുന്ന ഒരു പകൽ വരല്, കാരണം ഇത്രയും സ്ഥലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഈ ആരാധന മാറിയിട്ട് ഒരു മനോഹരമായ 10,000 പേർക്ക് ഇരിക്കാവുന്ന ആരാധന ഹോൾ ആത്മാവി കണ്ടെത്തുന്ന പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓ, അതിപ്പം പാർസങ്ങൾ പണിയാൻ പോവുകയാണെങ്കിൽ ഞങ്ങളോടെല്ലാം പിരിവ് ചോദിക്കും. ഞങ്ങളെല്ലാം പിന്നെ പിരിവ് കൊടുക്കണം. കൂടെ 21, കൂടെ 7, പിന്നെ ഇനി ഹോള് പണി കൂടെ ആയാൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് വിഷമമുള്ള എത്ര പേരുണ്ട്? എൻ്റെ കുഞ്ഞ്, നിന്റെ പൈസ വേണ്ട, അത് പറയാനാ. ദൈവത്തിന്റെ പ്രൊജക്റ്റാണ്. 8 പേര് മതി. സന്തോഷമുണ്ട്, കൈയടിച്ച് ആരാധിക്കണം. പ്രൊജക്റ്റ് ദൈവത്തിന്റെ ആണെങ്കിൽ കുറിച്ചു വെച്ചോ. പ്രൊജക്റ്റ് ദൈവത്തിന്റെ ആണെങ്കിൽ 8 പേര് മതി. പണി പൂർത്തീകരിക്കാൻ ദൈവം മതിയായവനാ. എൻ്റെ കൂടെ ആണോ എല്ലാവരും? ഇതെല്ലാം കൂടെ കേട്ടവൻ ബിൽ ഗേറ്റ് പറയാണ്, ബ്രദർ സുരേഷ് ബാബു വിഷമിക്കണ്ട, അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ ചെക്ക് തന്നേക്കാം എന്നൊന്നും ആരും പറയണ്ട. അങ്ങനെ വല്ല നോയ്ക്ക് ആരെങ്കിലും പൈസ കൊടുത്തോ? ഇല്ല. പണി തീരുവോളം 8 എന്നുള്ള 9 ആയോ? നിങ്ങൾ മിണ്ടുന്നില്ല. എടാ, ഉള്ളതിനെ കൊണ്ട് പണിയിപ്പിക്കാൻ ദൈവത്തിന് അറിയാമോ? പ്രൊജക്റ്റ് ദൈവത്തിന്റെ ആണെങ്കിൽ ഉള്ളതിനെ കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ഇങ്ങനെ ആരാധിച്ചാ പോരാ. ഇന്ന് പോലെ ആ ഹൃദയത്തിനകത്ത് സംശയങ്ങൾ മാറ്റിയിട്ട് വിശ്വാസത്തോടെ, ഓ അഭിഷേകത്തോട് അല്പനിമിഷം ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ, ഭയഭക്തി പൂണ്ടൊന്ന് ആരാധിച്ചേ. കാണാത്ത ചിലത്, കാണാത്ത ചിലത്. ഹല്ലേലൂയ. മഴയുടെ സീസൺ വരുന്നു. ഇന്ന് വരെ മഞ്ഞേ ഉള്ളൂ. ഇന്ന് വരെ എന്തേ ഉള്ളൂ?
പക്ഷെ എന്തോ വരാൻ പോന്നു? ആരും വിശ്വസിക്കാന്? ആരും വിശ്വസിച്ചില്ലേലും അപ്പന്റെ വെളിപ്പാട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. ഭർത്താവിന്റെ വെളിപ്പാട് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ ആണോ എല്ലാവരും? പ്രാർത്ഥിക്കുന്ന ഭർത്താവിന്റെ വെളിപ്പാട് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പന്റെ വെളിപ്പാട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. അമ്മായിയപ്പന്റെ വെളിപ്പാട് മരുമക്കൾക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞ അപ്പച്ച ആരുമില്ലെങ്കിൽ ഞങ്ങൾ കൂടുണ്ട്. കാണാത്ത കാര്യങ്ങൾ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം നീ ഒന്ന് ഐക്യമായി നിൽക്കുമെങ്കിൽ ഓ ഹല്ലേലൂയ. ഈ പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതുവരെ കാണാത്തവയെ കുറിച്ച്? ഈ പട്ടണം മുഴുവൻ, സുരേഷ് ബാബു പാർഷോട് ശ്രദ്ധിക്കണം, ഈ പട്ടണം മുഴുവൻ ചില വാഹനങ്ങളെടുത്ത് നിങ്ങൾ ഈ തകർന്നു കിടക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് ഓബദ്യാവ് കൊടുത്ത പോലെ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇവ ചെയ്യാൻ പോവാം. പുതിയ ചിലത് പട്ടണത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിലത് ദൈവം ഈ സഭയെ കൊണ്ട് ചെയ്യിക്കാൻ പോകുകയാ. ചില പുതിയ പ്രൊജക്റ്റുകൾ. ഹല്ലേലൂയ. നിനക്ക് കേട്ടാ വിശ്വസിക്കാൻ കഴിയാത്ത ചിലത്. ഓ ഹല്ലേലൂയ. ഇന്ന് പോലെ കാണട്ടെ. നിന്റെ കണ്ണു തുറക്കട്ടെ. കാണേണ്ടതിന് ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വെളിപ്പാടുകളുടെ പുതിയ തലം കാണേണ്ടതിന്. ഇനിയും വളരത്തില്ല, ഇനി ഉയരത്തില്ല, ഇനി ആത്മാക്കൾ വരത്തില്ല, ഇനി ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞവന്റെ മുമ്പിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ഇതുവരെ ചെയ്തതല്ല, 2025 വരെ ചെയ്തതല്ല. വിശ്വസിക്കുന്നവരെ മാത്രമേ ആരാധിക്കാവൂ. അല്ല, 24 വരെ ചെയ്തതല്ല. 25 പുതിയ ഒന്ന്, ഇതുവരെ കാണാത്ത ഒന്ന്. വിശ്വാസത്തോടെ പ്രൊജക്റ്റ് തയ്യാറാക്കിക്കോ. ദൈവമക്കളുടെ മുമ്പ് വെച്ച് അത് കരം വെച്ച് പ്രാർത്ഥിച്ചോ. അത് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുക, അത് നടന്നു കഴിഞ്ഞിരിക്കുക, അതിന്റെ സോഴ്സുകൾ ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് പശയും കീലും തേക്കുന്നത് പോലെ അതിന്റെ ഒരു ഫിനിഷ് കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ച്, പരാജയങ്ങളെന്ന് ലോകം വിധി പറഞ്ഞെടുത്ത്, തോൽവിയെന്ന് ലോകം വിധി പറഞ്ഞെടുത്ത് ജയത്തിന്റെ ഉല്ലാസഘോഷം ഉയർത്തുവാൻ. ഓ കുടുംബങ്ങളുടെ ഉള്ളറകളിൽ അതിന്റെ വിടുതൽ വ്യാപരിക്കുകയാ. തലമുറകളിൽ അതിന്റെ വിടുതൽ വ്യാപരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ. ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ച വൈകിട്ട് യോഗമുണ്ടല്ലോ. ഞങ്ങൾക്ക് ദൂരങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവമെല്ലാം അറിയുന്നു. ഇന്ന് പകൽ കേട്ട് പോന്ന അനുഭവം മാറി കേട്ട ചിലത് കാണാൻ. ഏലിയാവ് പറഞ്ഞു, നീ ചോദിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഒരു ഗ്യാരണ്ടി, നീ അത് കാണുന്നെങ്കിൽ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ അത് കാണുന്നെങ്കിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കത് കാണണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന എനിക്ക് കാണണം. ഇതുവരെ കാണാത്തവയെ കുറിച്ച്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ ഇതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്
ഭയഭക്തി പൂണ്ടു. ഓ ഹല്ലേലൂയ. നിന്റെ കണ്ണൊന്ന് തുറന്നേ കാകാറേ, നിന്റെ കണ്ണൊന്ന് തുറന്നേ. എലീശയുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അഗ്നിമയരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഈ രാജകീയ ദൈവിക സൈന്യത്തെ കാണാൻ എന്റെ കൂടെ നിൽക്കുന്ന ഇവന്റെ കണ്ണൊന്ന് തുറക്കണം, കണ്ണൊന്ന് തുറക്കണം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ദൈവശക്തി ഒന്ന് കാണാൻ കണ്ണൊന്ന് തുറന്നേ, കണ്ണൊന്ന് തുറന്നേ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥന ചെയ്യുന്ന പകൽക്കാലം ചിലത് കാണാൻ പോകുകയാ. നീ മടങ്ങി ഭവനത്തിൽ ചെല്ലുമ്പോൾ നീ ചിലത് കാണാൻ പോകുകയാ. ഇന്ന് പകൽ വിശ്വസിച്ചോ, 21 അവസാനിക്കും മുമ്പേ നീ ചിലത് കാണാൻ പോകുകയാ. നിന്റെ കുടുംബം ചിലത് കാണാൻ പോകുകയാ. കേട്ട ചിലത് നീ കാണുന്ന പകലോ. ഹല്ലേലൂയ. നീ ഒന്ന് പറഞ്ഞേ, എന്നെ കാണുന്നവന്റെ കണ്ണ് ഇവിടെയും എന്നെ കണ്ടുവോ? ഓ, നിന്നെ കാണുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്. നിന്റെ വിഷയത്തെ കാണുന്ന സ്വർഗം ഇവിടെയുണ്ട്. നിന്റെ തലമുറയെ കാണുന്ന സ്വർഗം ഇവിടെയുണ്ട്. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ആ വിഷയത്തിന്റെ മറുപടി നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാ. അത് കാണാൻ നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. ഓ പ്രാപിച്ചോ ഇന്ന് പകൽക്കാലം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത്, ഇതുവരെ കാണാത്ത ചിലത്. ഓ ഹല്ലേലൂയ. സീസൺ മാറുകയാ. ഒരു മഴയുടെ സീസൺ, പെയ്തിറങ്ങുന്ന ഒരു മഴയുടെ സീസൺ നീയും നിന്റെ കുടുംബവും കാണാൻ പോകുകയാ. ഹല്ലേലൂയ.